ഇനി അരുൺകുമാർ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു 41 നിന്ന് 42 സീറ്റായിട്ട് UDFന്റെ സീറ്റ് വർദ്ധിച്ചപ്പോൾ വലിയ ഒരു വിജയാരവം കാണുന്നു, 99 നിന്ന് 98 ഞങ്ങൾ കുറഞ്ഞപ്പോൾ വലിയ പരാജയം വന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. അത് ശരിയാണ് അരുൺകുമാറെ. കാരണം നിങ്ങളുടെ കൂടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഞങ്ങൾ 41 സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ തുടർഭരണം കിട്ടിയതിന്റെ അഹങ്കാരത്തിൽ 99 നിന്ന് സെഞ്ചുറി അടയ്ക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകളായിട്ട് കേരളത്തിലെമ്പാടും നടക്കുന്ന പിണറായി വിജയന്റെ 99 നിന്ന് 98 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണ്? എന്തായാലും UDF ആയിരിക്കില്ലല്ലോ. അതിന്റെ കാരണങ്ങൾ മുഴുവൻ അതിന്റെ കാരണഭൂതൻ പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ ബോധ്യം. മാത്രമല്ല, നിങ്ങളോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നത്? സകല സംസ്ഥാന സർക്കാരിന്റെ സകല വകുപ്പുകൾ, ആഭ്യന്തര വകുപ്പ്, വിജിലൻസ്, സകല സംവിധാനങ്ങൾ, മാധ്യമങ്ങളിലെ പഴയ മാധ്യമ സഖാക്കന്മാർ, എല്ലാവിധ സൗകര്യങ്ങളും, അതുകൂടാതെ സാംസ്കാരിക സഖാക്കന്മാർ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ആരെ ഉണ്ടായിരുന്നത്? ഞങ്ങൾ സമരം ചെയ്യുന്ന മുദ്രാവാക്യത്തിൽ വിശ്വസിക്കുന്ന ആശാ വർക്കർമാർ മുതൽ ആദിവാസികൾ വരെയുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ. റേഷൻ മുടങ്ങുമ്പോഴും പെൻഷൻ മുടങ്ങുമ്പോഴും സങ്കടത്തോടെ ഈ സർക്കാരിനെ വല്ലാതെ സങ്കടത്തോടെ പ്രാകുന്ന സാധാരണക്കാരുടെ സങ്കടം, അതായിരുന്നു ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത്. കാലിയായ സപ്ലൈക്ക് ഔട്ട്ലെറ്റിലേക്ക് നോക്കിയിട്ട് രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തെ കുറിച്ചിട്ട് വല്ലാതെ വിലപിക്കുന്ന സാധാരണക്കാരാണ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ഒപ്പം പൗരപ്രമുഖന്മാരുണ്ടായിരുന്നു. നിങ്ങളുടെ ഒപ്പം നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് സംവദിക്കാൻ വന്ന സാംസ്കാരിക സഖാക്കന്മാരുണ്ടായിരുന്നു. നിങ്ങളോടൊപ്പം പഴയകാല SFI പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സഖാക്കന്മാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പരാജയം കേരളത്തിലെ സാധാരണക്കാരന്റെ വിജയമാണ്. അതുകൊണ്ടാണ് ഇത് വല്ലാതെ ആഘോഷിക്കപ്പെടുന്നത്. ഇനി അടുത്തത് താങ്കൾ പറഞ്ഞത് എന്താ? സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണ് എന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ സർക്കാരിന് എതിരായിട്ടുള്ള ഒരു ജനവിധി ഇല്ല എന്ന്. സർക്കാരിന് എതിരായിട്ടുള്ള ജനവിധി അല്ലെങ്കിൽ പരന്ന വായനക്കാരൻ എന്നുള്ള കൊട്ടിഘോഷിച്ചുള്ള ആ വലിയ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം M. സ്വരാജ് എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എങ്ങനെ തോറ്റു? ഒന്നുകിൽ സ്ഥാനാർത്ഥിയുടെ കഴിവ് കുറവ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കണമല്ലോ. ഞങ്ങൾ വിചാരിക്കുന്നത് രണ്ടും കൂടിയായിട്ടാണ് എന്നാണ് ഞങ്ങളുടെ വിചാരം. ഇനി അത് തെറ്റാണെന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നത് എന്താ? വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് UDF ജയിച്ചത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016-ലും 2021-ലും നിലമ്പൂര് നിങ്ങൾ സ്വതന്ത്രം നിർത്തി ഈ പറഞ്ഞ PV അൻവറെ നിർത്തി ജയിച്ചപ്പോൾ നിങ്ങൾ വർഗീയ ശക്തികളുടെ പിന്തുണ വാങ്ങിയിട്ടാണോ ജയിച്ചത്? അങ്ങനെയാണെങ്കിൽ ആ വർഗീയ ശക്തിയിൽ നിങ്ങൾ മുൻപ് വാങ്ങിയ വർഗീയ ശക്തികളുടെ വോട്ട് നിങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടതെന്ന് നിങ്ങൾ സമ്മതിക്കണം. UDF വിജയിച്ചത് വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നിങ്ങൾ വിജയിച്ചത്, അതേ സീറ്റുകളിൽ നിങ്ങൾ വിജയിച്ചത് വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് എന്ന് നിങ്ങൾ തന്നെ വാദത്തിലൂടെ പറയുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പറയുമ്പോൾ അല്പം മര്യാദ അവനോനോടും അവനവന്റെ പ്രസ്ഥാനത്തോടും കാണിക്കണം. ഈ പറഞ്ഞ നിങ്ങൾ വർഗീയ ശക്തികളിൽ നിന്ന് ആക്ഷേപിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, പകരം അവർക്കെതിരെ പോരാടാൻ നിങ്ങൾ ആരെയാ കൂട്ടിയത്? ഹിന്ദു മഹാസഭ, ഗാന്ധി വധത്തിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്ന ഹിന്ദു മഹാസഭ, ഡൽഹിയിലെ ജുമാ മസ്ജിദ് പൊളിച്ചു മാറ്റണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജി കൊടുക്കുന്ന ഹിന്ദു മഹാസഭ, ആ ഹിന്ദു മഹാസഭയുടെ പിന്തുണ വാങ്ങിക്കൊണ്ട്, PDPയുടെ പിന്തുണ വാങ്ങിക്കൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. എന്നിട്ട് UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഏതെങ്കിലും ഒക്കെ സംഘടനകളെ വർഗീയ ശക്തികൾ എന്ന് ആക്ഷേപിക്കുന്നു. ഈ നിങ്ങൾ പറഞ്ഞ ആളുകളുടെ മുഴുവൻ വോട്ട് കൊണ്ടാണ് UDF ജയിച്ചതെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ കുറെ ഡാറ്റ പറഞ്ഞല്ലോ, കുറെ കണക്കുകൾ പറഞ്ഞു. ഒരൊറ്റ പോയിന്റ്, ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഒരൊറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടിയേ ഉള്ളൂ. അരുൺകുമാർ ഇവിടെ കുറെ കണക്കുകൾ പറഞ്ഞു. എനിക്ക് ഇത്തരം കണക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തെ ഗണ്ണിക്കാൻ താല്പര്യമില്ല. ഞാൻ സാധാരണക്കാരന്റെ ഭാഷയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിട്ട് നിങ്ങൾ എന്താണ് പറഞ്ഞത്? 2000-3000 ഇടയ്ക്ക് വോട്ടിന് M. സ്വരാജ് ജയിക്കുമെന്നാണ് പാർട്ടിയുടെയും LDFന്റെയും കീഴ്ഘടകങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടെന്ന്. സംഭവിച്ചത് എന്താ? 11,077 വോട്ടിന് തോറ്റുപോയി. അതായത് നിങ്ങളുടെ കണക്കുകൾ മുഴുവൻ തെറ്റാണ്. നിങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള ജൈവ ബന്ധം നഷ്ടപ്പെട്ടു. ജൈവ ബുദ്ധിജീവിയായിട്ടുള്ള പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ജൈവിക ബന്ധം നാട്ടുകാരായിട്ടുള്ളത് നഷ്ടപ്പെട്ടു എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. ഈ തിരിച്ചറിവ് ഇല്ലാതെയാണ് നിങ്ങൾ പരിവർത്തനം നടത്തുമെന്ന് പറയാം. നിങ്ങൾ പരിവർത്തനം നടത്തരുത്. നിങ്ങൾ UDFനെതിരെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ആക്ഷേപങ്ങളും തുടർന്നും പറയണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോഴാണല്ലോ CPI എന്ന് പറഞ്ഞ പാർട്ടി നിങ്ങളെ തിരുത്താൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ തിരുത്താൻ തയ്യാറാകുന്നില്ല. AK ബാലൻ പറഞ്ഞിട്ടും നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നാട്ടുകാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ 2 കോടി രൂപയ്ക്ക് റീൽസ് എടുത്ത് പ്രചരണം നടത്തിയിട്ട് പോലും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നാട്ടുകാരിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള PR എക്സസൈസ് നടത്തിയിട്ടും ഈ സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ട് നാട്ടുകാർ ചിന്തിക്കുന്നില്ലെങ്കിൽ പരാജയം ആരുടേതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പരാജയത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദി പിണറായി വിജയനാണ്. ഇതിന്റെ എല്ലാം കാരണഭൂതൻ പിണറായി വിജയനാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു കാരണഭൂതൻ ഈ പറയുന്ന നിലമ്പൂര് ജയിച്ചു എന്ന കാരണം കൊണ്ട് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള പ്രചാരണം അഴിച്ചുവിടുക. നേരത്തെ മുതൽ അതുണ്ട്. അതിന്
കൂടുതൽ ശക്തിയായി എന്ന് വെക്കുക. എന്നിട്ട് ഒരു നരേഷൻ ഇനി വരാൻ പോകുന്നത് ഈ സർക്കാരാണ്, UDF സർക്കാരാണ്, ക്യാപ്റ്റൻ VD സതീശൻ എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ വാരിയേഴ്സ്, നിങ്ങളുടെ അക്കൗണ്ടുകൾ, കോൺഗ്രസിന്റെ UDFന്റെ അക്കൗണ്ടുകൾ ഏറ്റെടുക്കുക. ഇപ്പോൾ ഒരു നമ്പർ പ്ലേറ്റ് വിവാദം പോലും, അതുമായി ബന്ധപ്പെട്ട ട്രോളുകൾ പോലും സോഷ്യൽ മീഡിയയിൽ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. CM 2026 എന്നൊക്കെ പറഞ്ഞ് ആ വിധത്തിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുക. ഇതുകൊണ്ടാകുമോ, അല്ലെങ്കിൽ ഇത് കേവലം ഒരു സീറ്റ്, ഇപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ 41 42 ആക്കി അവരുടെ 99 98 ആക്കി എന്നതുകൊണ്ട് ചിത്രം കംപ്ലീറ്റ് മാറി എന്നെങ്ങനെയാണ് ബോധ്യപ്പെടുത്താൻ പറ്റുക? ജിൻഡോ. റാഷിദ്, അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ PT തോമസിന്റെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും അവരുടെ ജാതിയും മതവും തിരിച്ച് തൃക്കാക്കര മണ്ഡലത്തിലെ സാധാരണ മനുഷ്യരുടെ വീട് കയറി, എന്നിട്ട് അവർ പരാജയപ്പെട്ടു. PT തോമസിന് കിട്ടിയതിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ഉമാ തോമസ് ജയിക്കുന്നത്. അതുപോലെ പുതുപ്പള്ളി ബൈ ഇലക്ഷന്റെ സമയത്ത് ജെയ്സി തോമസ് ഉമ്മൻചാണ്ടിയെ 6000 വോട്ടിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞ് ഇവർ കൊട്ടിഘോഷിച്ച ജെയ്സി തോമസിന് വീണ്ടും തോൽക്കാനായിരുന്നു വിധിയുണ്ടായിരുന്നത്. എത്ര ആയിരം വോട്ടിനാ? ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിന്റെ 4 ഇരട്ടി വോട്ടിന് തോറ്റു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം ഷാഫിക്ക് കിട്ടിയതിന്റെ 5 ഇരട്ടി ഭൂരിപക്ഷത്തിൽ. ഇനി ചേലക്കരയിൽ ഇവർ ജയിച്ചല്ലോ. ചേലക്കരയിൽ ഇവരുടെ K രാധാകൃഷ്ണന് കിട്ടിയ 40,000 വോട്ടിൽ നിന്ന് 12,000 വോട്ടിലേക്ക് ഇവരുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ പറ്റിയപ്പോൾ അത് UDFന്റെ രാഷ്ട്രീയ വിജയം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. അരുൺകുമാർ നേരത്തെ പറഞ്ഞ കണക്കുകൾ പ്രകാരമാണെങ്കിൽ, വോട്ട് ഷിഫ്റ്റിന്റെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ അത് ചേലക്കരയിലെ LDFന്റെ പരാജയമല്ലേ? ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ശേഷം വന്ന പ്രിയങ്ക ഗാന്ധിയുടെ വിജയം പോലും അത് ഞങ്ങളുടെ വിജയമാണല്ലോ. അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ പറയണം കേരളം മുഴുവൻ ഇത്രയധികം ലക്ഷക്കണക്കിന് വർഗീയവാദികളാണ് എന്ന് പറയണം. ആര് ഭരിക്കുമ്പോഴാണ്? പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ കേരളം മുഴുവൻ ലക്ഷക്കണക്കിന് വർഗീയവാദികളുണ്ട്. ഈ വർഗീയവാദികൾ മുഴുവനാണ് ഈ UDFനെ ജയിപ്പിക്കുന്നതെന്ന് നിങ്ങൾ സമ്മതിക്കണം. അപ്പൊ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി വെറും ഒരു വാഴയാണെന്ന് കേരളത്തിലെ ആളുകൾ കൈകൊട്ടിക്കൊണ്ട് പറയേണ്ടി വരും. അപ്പൊ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ, റാഷിദ് പറഞ്ഞത് ക്യാപ്റ്റൻ വിവാദം. ഇവിടെ എല്ലാ കാലത്തും ഓരോ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് പലതരം ആരാധകരുണ്ടാവുന്നേ. എല്ലാ ആളുകൾക്കും ആരാധകരുണ്ട്. അരുൺകുമാറിനുണ്ട് ആരാധകർ. റാഷിദിലെ പോലും പല കൗണ്ടറുകൾക്ക് എത്രയോ ആരാധകർ കൈയടിക്കുന്നു, അനുകൂലമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് പോലുമാണ് ആരാധകർ. എത്രയും ചെറിയ നേതാവായിട്ടുള്ള കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള എനിക്ക് പോലും ആരാധകരുണ്ട്. ആരാധകർ ആരാധിക്കട്ടെ. ഈ ആരാധകർക്കപ്പുറം കോൺഗ്രസിനകത്ത് ഒരുപാട് നേതാക്കന്മാർ, കേപ്പബിലിറ്റിയുള്ള നേതാക്കന്മാർ ഉണ്ട് എന്നുള്ളത് ഒരു ജനാധിപത്യത്തിന്റെ ആത്മവിശ്വാസം, ഞങ്ങളുടെ സംഘടനാശേഷി മാത്രമല്ല, ഞങ്ങൾ നിരന്തരം ഉയർത്തുന്ന സമര മുദ്രാവാക്യങ്ങൾ അത് കേരളത്തിലെ സാധാരണക്കാർ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ സൂചനയാണ് 2020 ഈ പറഞ്ഞ നിലമ്പൂർ ബൈ ഇലക്ഷന്റെ റിസൾട്ട്. അതിനെ തുടർന്ന് 2026 പൊതു തെരഞ്ഞെടുപ്പിൽ UDF അതിശക്തമായിട്ട് അധികാരത്തിൽ തിരിച്ചു വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു കണക്കുകൂട്ടൽ. അതിലേക്ക് ഞങ്ങളെ ജനങ്ങൾ എത്തിക്കും. കാരണം ഞങ്ങളെക്കാൾ കൂടുതൽ കേരളത്തിലെ സാധാരണക്കാരുടെ ആവശ്യമാണ് പിണറായി വിജയൻ അധികാരത്തിൽ നിന്നും തൂത്തെറിയേണ്ടത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ റാഷിദിന്റെ ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തത്, ഇവിടെ അരുൺകുമാർ പറഞ്ഞ കുറെ കണക്കുണ്ട്. ഇവരുടെ പഴയ വോട്ട് ഷെയർ ഇവർ നിലനിർത്തി എന്നൊക്കെ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് വോട്ട് ഷെയർ നിലനിർത്താൻ വേണ്ടിയിട്ടല്ല, ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കാനും പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി കൃത്യമായിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ രേഖപ്പെടുത്തിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് 790 വോട്ടിന്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നാലാമതൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ള PV അൻവർ മത്സരിക്കുമ്പോൾ അത്തരത്തിലൊക്കെ ചെറിയ വോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വോട്ടുകളുടെ ജാതിയും മതവും തിരഞ്ഞ് അവരൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ നമ്മൾ ആരുടെയും വോട്ട് ചെയ്യുമ്പോൾ ഒളിഞ്ഞു നോക്കുന്ന പരിപാടിയൊന്നുമില്ല. എന്നാലും പൊതുവിൽ നമുക്കൊരു കണക്ക് വെച്ച് പരിശോധിച്ചാൽ 4 വർഷത്തെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഒരു വോട്ട് പോലും അധികം നേടാനായിട്ട് UDFന് സാധിച്ചില്ലല്ലോ എന്ന് ഞങ്ങളെ ആക്ഷേപിക്കുന്ന അരുൺകുമാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, 9 വർഷത്തെ ഭരണത്തിന്റെ നേട്ടം കൊണ്ട് ഒരു വോട്ട് പോലും നിങ്ങൾക്ക് അധികം നേടാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, P ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് പോലും നിലനിർത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ല. അതിന്റെ അർത്ഥം എന്താ അരുൺകുമാറെ? അതിന്റെ അർത്ഥം അതിശക്തമായിട്ടുള്ള ജനവികാരം സംസ്ഥാന സർക്കാരിനായിട്ട് എതിരായിട്ട് കേരളത്തിലുണ്ട്. ഇനി താങ്കൾ പറയുന്നത് നിങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് നിലനിർത്തി എന്നാ പറയാം, ഏത് 66,000 വോട്ട്. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ M സ്വരാജിന് കിട്ടിയ വോട്ടിനേക്കാൾ 1,16,000 വോട്ട് ഇപ്പുറത്ത് മറ്റ് 3 സ്ഥാനാർത്ഥികൾക്കും കൂടി കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് എതിരായിട്ടാണ് 3-ൽ 2 വിഭാഗം ആളുകൾ വോട്ട് ചെയ്യുന്നതെന്നാ. അതിന്റെ അർത്ഥം എന്താ? നരേന്ദ്രമോദി 40% താഴെ ആളുകളുടെ പിന്തുണയോടെ ഈ രാജ്യം ഭരിക്കുമ്പോൾ അരുൺകുമാറിന്റെ പാർട്ടിയും എന്റെ പാർട്ടിയും ഒന്നിച്ച് പറയുന്നത് എന്താ? 60%-ലധികം മനുഷ്യരുടെ പിന്തുണയില്ലാത്ത സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്നാ. ആ തിയറി ഇവിടെയും ആപ്ലിക്കബിൾ അല്ലേ അരുൺകുമാറെ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ 3-ൽ 2 വിഭാഗം മനുഷ്യർ പിണറായി വിജയന്റെ സർക്കാരിന് എതിരായിട്ടാണ്. മാത്രമല്ല ആര്യാടൻ ഷൗക്കത്തിന്റെ പാർട്ടിക്ക് പിന്തുണയാണ്, ആര്യാടൻ ഷൗക്കത്തിന്റെ മുന്നണിക്ക് പിന്തുണയാണ്. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി ഒരു കാര്യം കൂടി താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്,
ഇവിടെ നിങ്ങൾ വലിയൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് ഒരു വോട്ട് പോലും അധികം നേടാൻ പറ്റാത്തത്? ഞങ്ങളൊരു പാവം പിടിച്ച ആര്യടൻ ഷൗക്കത്ത്, നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് ആക്ഷേപങ്ങൾക്ക് പഴികേട്ടിട്ടുള്ള ആര്യടൻ ഷൗക്കത്ത്. ആ ആര്യടൻ ഷൗക്കത്ത് ഇന്ന് എവിടെയാണെന്നറിയോ? ആന കുത്തിക്കൊന്ന ഒരു ആദിവാസിയുടെ മൃതശരീരം എടുക്കാൻ പോയിട്ട് കൊടുങ്കാട്ടിപ്പെട്ടിരിക്കുന്ന ആര്യടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ നിലമ്പൂരിന്റെ MLA. നിങ്ങൾ മത്സരിപ്പിച്ച ആ വല്ലാത്ത ഭരണ വായനക്കാരൻ, ആ സാംസ്കാരിക ബുദ്ധിജീവി എവിടെയുണ്ട്? എവിടെയാണ്, ഏത് ഫ്ളാറ്റിലാണ് ഈ സമയത്ത് ഒളിച്ചിരിക്കുന്നതെന്ന് പോലും നാട്ടിലെ സാധാരണക്കാർക്ക് അറിയില്ല. ജനിച്ച നാട്ടിൽ, സ്വന്തം ബൂത്തിൽ, വീടിരിക്കുന്ന ബൂത്തിൽ, പ്രവർത്തിച്ച നാട്ടിൽ, പഠിച്ച നാട്ടിലൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ ചർച്ച ഉദ്ദേശിക്കുന്നത്. അതായത് നോക്കൂ, ഇപ്പൊ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചു, ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്ന നിലയ്ക്ക് അൻവർ എന്നത് ജയിക്കാൻ അൻവർ ഇല്ലാതെയും അൻവറിന്റെ ഫാക്ടറോ അൻവറിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണയോ ഇല്ലാതെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ജയിക്കാൻ പറ്റുന്ന പൊസിഷനിലാണ് ഇപ്പൊ UDF നിൽക്കുന്നതെന്നുള്ള ആത്മവിശ്വാസം താങ്കൾ പ്രകടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് പലരും വാങ്ങിയിട്ടുണ്ട്, LDF വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. LDF വാങ്ങിയതിന്റെ കണക്കുകളും കാര്യങ്ങളും ആ സമയത്ത് അവർ നടത്തിയ പ്രതികരണങ്ങളൊക്കെ നമ്മൾ പലവണ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള വെൽഫെയർ പാർട്ടിയുടെ വോട്ട് മേടിക്കുമ്പോൾ നിങ്ങളും അത് സമ്മതിക്കുന്നു, പറയുന്നു. ശരി, പക്ഷേ ക്ലീൻ ചീറ്റ് ജമാഅത്തെ ഇസ്ലാമി എന്ന മൊത്തത്തിലുള്ള സംവിധാനത്തിന് നൽകിക്കൊണ്ട്, അവർക്കൊരു ലെജിറ്റിമസി നൽകിക്കൊണ്ട് വളരെ വ്യക്തതയോടുകൂടി കേരളത്തിലെ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടികളിൽ ഒന്ന് പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ അത് കോൺഗ്രസ് ആണ്. നമ്മളിപ്പോൾ ഇന്ന് കേൾക്കുന്നതാണ്, VD സതീശൻ പറയുന്നതാണ് കേരളത്തിന്റെ ആ ഒരു സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ അങ്ങനെ ഒരു പ്രതികരണം ആദ്യം എന്ന് വെച്ചാൽ അവർക്കൊരു കംപ്ലീറ്റ് ക്ലീൻ ചീറ്റ് നൽകുന്ന പോലെ. ഞാൻ ചോദിക്കുന്നത്, അത് ഏതെങ്കിലും ആത്മവിശ്വാസക്കുറവുകൊണ്ടാണോ? വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ പിൻബലമില്ലാതെ ഞങ്ങൾക്ക് പറ്റും എന്ന് പറയുന്ന നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെയോ വെൽഫെയർ പാർട്ടിയുടെയോ പിൻബലമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറയുമോ? റാഷിദിന്റെ ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയുന്നതിന്റെ ഒപ്പം എനിക്കൊരു കാര്യം ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, CPIയുടെ സംസ്ഥാന കൗൺസിലിൽ PP സുനീർ എന്ന് പറയുന്ന CPMന്റെ നേതാവ് അവതരിപ്പിച്ച റിപ്പോർട്ടുണ്ടല്ലോ, സംസ്ഥാനത്ത് സർക്കാർ വിരുദ്ധമായിട്ടുള്ള ജനവികാരമുണ്ട്, അത് പരിശോധിക്കണമെന്ന് LDFിലെ രണ്ടാമത്തെ കക്ഷിയുടെ റിപ്പോർട്ട് അവരത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് CPI സംസ്ഥാന കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് അരുൺകുമാർ ആ വിഷയം പെട്ടെന്ന് മറന്ന് മാറ്റിക്കളഞ്ഞാണ്. AK ബാലന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇനി റാഷിദ് ചോദിച്ച ചോദ്യത്തിലേക്ക് നേരിട്ട് വരാം. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ടായിട്ടാണ് ഞങ്ങൾ പുതുപ്പള്ളി ജയിച്ചത്, ജമാഅത്തെ ഇസ്ലാമിന്റെ പിന്തുണയുണ്ടായിട്ടാണ് ഞങ്ങൾ തൃക്കാക്കര ജയിച്ചത്, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ടായിട്ടാണ് ചേലക്കരയിൽ ഞങ്ങൾ 40,000 നിന്ന് 12,000 വോട്ടിലേക്ക് LDFന്റെ ഭൂരിപക്ഷം കുറച്ചത് അല്ലല്ലോ. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ അവർ താത്വികമായിട്ട് അവരുടെ ആശയപരമായിട്ടുള്ള പിന്തുണ UDFന് തരുന്നത്, UDF മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം RSSന് വിട്ടുപണി ചെയ്യുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരെ കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സംഘടനാ സംവിധാനം UDF ആയതുകൊണ്ട് UDFന് അവർ ആശയപരമായിട്ടുള്ള പിന്തുണ നൽകുന്നു. പിന്നെ ഒരു കാര്യം കൃത്യമായിട്ട് ഞങ്ങൾ പറയാം, ഞങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ അവർ നല്ലവരും ഞങ്ങളെ പിന്തുണയ്ക്കാത്തപ്പോൾ അവർ മോശക്കാരുമെന്ന് പറയുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ജമാഅത്തെ ഇസ്ലാമി 1978 മുതൽ 2014 വരെ തുടർച്ചയായിട്ട് LDFനെ പിന്തുണച്ചപ്പോൾ LDFന്റെ നേതാക്കന്മാരായിട്ടുള്ള പിണറായി വിജയൻ തൊട്ട് കോടിയേരി ബാലകൃഷ്ണൻ തൊട്ട് അങ്ങനെയുള്ള നിരവധി നേതാക്കന്മാർ ഇതിനെ അവർ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സംസാരിച്ച നിങ്ങൾക്കെണ്ട ചെന്നിത്തല എന്നാണ് രമേശ് ചെന്നിത്തല വെല്ലുവിളിച്ചത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഒരു മോശപ്പെട്ട സംഘടനയാണോ? അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ട ഞങ്ങൾക്ക് UDFന് കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. അപ്പുറത്ത് ഹിന്ദു മഹാസഭയുടെ പിന്തുണ കിട്ടിയിട്ട് പോലും LDF എന്തുകൊണ്ടാണ് ജയിക്കാതെ പോയത്? PDPയുടെ പിന്തുണ കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ജയിക്കാതെ പോയത്? ഇവിടെ ഹിന്ദു മഹാസഭയുടെ ജമാഅത്ത് ഇസ്ലാമിയുടെയോ PDPയുടെയോ ഒന്നും പിന്തുണയല്ല പ്രശ്നം. ഇവിടുത്തെ പിന്തുണ സാധാരണ മനുഷ്യരുടെ പിന്തുണ സംസ്ഥാന സർക്കാരിനില്ല. സാധാരണ മനുഷ്യരുടെ പിന്തുണ കേരളത്തിലെ സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ജനപക്ഷ പ്രതിപക്ഷത്തിനൊപ്പമാണ്. കുഞ്ഞാലിക്കുട്ടി രാഷ്ട്രീയ ചർച്ചയിൽ കടന്നു വരികയും ചെയ്യും. അതായത് അവർ പോലും ഇതുവരെ അരുൺകുമാർ പറയുന്നത് കേട്ടതൊന്നും കേരളത്തിൽ വലിയ പ്രതിപക്ഷ ഐക്യം പ്രതിപക്ഷമുണ്ട്, അത് UDFന്റെ നേതൃത്വത്തിലാണ്. ഈ അരുൺകുമാർ നിർത്തില്ല, അദ്ദേഹത്തിന്റെ സ്ഥിരം സ്വരമാണ്. എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഒരു കാര്യം പറയാം, RSSനോട് പൈങ്കിളി വർത്താനം പറഞ്ഞിട്ടും MV ഗോവിന്ദന് തന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനുള്ള സങ്കടം ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളൂ? RSSുമായിട്ടുള്ള പഴയ പൈങ്കിളി ബന്ധത്തെക്കുറിച്ച് നിരന്തരം പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചിട്ട് പോലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് പൊതുസമൂഹത്തിൽ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭരണമുള്ള നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അമരമലം പഞ്ചായത്തിൽ നിങ്ങൾ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം അൻവറിന് വോട്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അൻവറിന് കിട്ടിയ വോട്ട്